നമ്മൾ ചിന്തിക്കുന്നതൊന്ന്, ദൈവം വിഭാവനം ചെയ്യുന്നത് വേറൊന്ന്. എല്ലാവരും പറഞ്ഞേ, നമ്മൾ ചിന്തിക്കുന്നത് ഒന്ന്, ദൈവം പ്ലാൻ ചെയ്യുന്നത് വേറൊന്ന്. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഈ ആരാധിക്കാനൊക്കെ വരുമ്പോൾ ഉള്ള കാര്യം, ഈ സ്റ്റക്കായി ഇവിടെ ചുമ്മാ ഇരിക്കരുത്. കൈ എന്തിനാ തന്നത്? അടിക്കാനാ. കാലെന്തിനാ തന്നത്? എന്തിനാ ലില്ലിമാവേ? ഈ കാല് വയ്യാതെ എത്ര ദിവസം വയ്യാതിരുന്ന് നടന്ന് ഇവിടെ വന്ന് 2 എണ്ണം കൂടെ ചാടി ആരാധിക്കണം. ഇവിടെ വർഷിപ്പ് ചെയ്യുമ്പോൾ ഡാനിയുടെ കൊട്ടേഷൻ അല്ല വർഷിപ്പ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ദൈവം തന്ന കൈ ഉപയോഗിക്കണം, ദൈവം തന്ന വാ ഉപയോഗിക്കണം, ദൈവം തന്ന ചെവി ഉപയോഗിച്ച് കേൾക്കണം. 2 കരവും അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാൻ, ദൈവം ഭയങ്കര അത്ഭുതം ചെയ്യാൻ പോവുക. നമ്മൾ ആരെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നോ അവരെ, ഞാനിപ്പം അനുഷിനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ സഭയിൽ ഇരിക്കുന്ന ഓരോ യുവാക്കന്മാരും അടുത്ത ജനറേഷന് വേണ്ടി നിൽക്കേണ്ടവരാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വചനം, എ പ്യുവർ മൈൻഡ്, ഒരു പവിത്രമായ ഹൃദയം, ഒരു പവിത്രമായ മനസ്സ് എന്നുള്ളതിനെ കുറിച്ചാണ്. Today the subject I'm going to speak about is a pure mind and a pure heart. എല്ലാവരും പറഞ്ഞാട്ടെ, പ്യുവർ മൈൻഡ്. Everyone say it loud. എല്ലാവരും പറഞ്ഞാട്ടെ, ഒരു പവിത്രമായ ഹൃദയം. Everyone say. എല്ലാവരും പറഞ്ഞേ, നിങ്ങളുടെ വായ കൊണ്ടൊന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് റിയാക്ട് ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു പ്യുവർ മൈൻഡ്, പവിത്രമായ ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. Everyone say it loud, a pure heart. ഹല്ലേലൂയ, hallelujah. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേടാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എല്ലാവരും പറഞ്ഞാട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞേ, ബ്ലെസ്സഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്, for they will see, amen, God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്ന് പറഞ്ഞേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇംഗ്ലീഷിൽ പറഞ്ഞേ. In Matthew 5:8, Jesus was giving the Sermon on the Mount, and there he says, blessed are the pure in heart, for they will see God. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇച്ചിരി പവർഫുൾ ആയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. നമ്മുടെ ഭാരം വെക്കുന്നത് തലയിലല്ല, കാലിലല്ല, കൈക്കകത്തല്ല, ഹൃദയത്തിനകത്താണ്. ഇന്ന് പകൽ ആ പവിത്രമായ ഹൃദയത്തിൽ വേണ്ടാത്ത ഒരു സാധനങ്ങൾ കൊണ്ടും നിറയ്ക്കരുത്. അതിനെ ആത്മശക്തി കൊണ്ട് നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. It is very important that we ensure we have a pure heart, and we should not allow anything that is not pure to enter our heart. We must only allow the power of God to fill our heart. Amen. 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 നിങ്ങൾ ഒരു തീരുമാനം എടുക്കാവോ? നിങ്ങൾ നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. ഉടനെ ഈ യുദ്ധക്കളത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ വേണ്ടാത്ത ഒരു പടച്ചട്ടയും വേണ്ട, വേണ്ടാത്ത ഒരു ചിന്തയും വേണ്ട, റോങ് ഇൻഫർമേഷൻ വേണ്ട, ബാഡ് തിങ്കിങ് വേണ്ട. നമുക്ക് വേണ്ടിയത് നല്ല കാര്യം കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ചാൽ നമ്മുടെ യുദ്ധം ജയമായി മാറാൻ പോകുകയാണ്. We must all understand one thing and take a decision. We must know that we are in a spiritual battle. So we must not allow anything negative to enter our heart. We must only allow positive things to enter our heart, and we must go forward in the battle. Hallelujah. Hallelujah. A pure mind എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുമ്പോൾ, when we study about a pure mind, number 1, your mind is the battlefield. നിങ്ങളുടെ
മനസ്സാകുന്നു യുദ്ധക്കളം എന്ന് പറയുന്നത്. So when we talk about a pure mind, the first thing we need to understand is that your mind is the battlefield. യുദ്ധത്തിൽ ജയിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ നെയ്ബർ അല്ല, നിങ്ങളുടെ അയൽ രാജ്യക്കാരനല്ല, നിങ്ങളുടെ വീട്ടുകാരല്ല, നിങ്ങളുടെ മനസ്സ് തീരുമാനിക്കുന്നത് ഈ യുദ്ധത്തിൽ ഞാൻ ജയിക്കാൻ പോകുന്നു. Whether you win in the war or not is not decided by your neighbor or any other person. It is decided by your own mind. ആമേൻ. Amen. നിങ്ങളുടെ മനസ്സൊരു യുദ്ധക്കളമാക്കിക്കേ. Make your mind a battlefield. നിങ്ങളുടെ കൈ ഒരു യുദ്ധക്കളമാക്കണ്ട. Don't make your hand a battlefield. നിങ്ങളുടെ കണ്ണൊരു യുദ്ധക്കളമാക്കണ്ട. Don't make your eye a battlefield. നിങ്ങളുടെ മനസ്സ് ഒരു യുദ്ധക്കളമായി മാറട്ടെ. Let your mind become the battlefield. ഹല്ലേലൂയ. Hallelujah. 2 Corinthians chapter 10 verse 3. Okay, 2 Corinthians 10 verse 3 says, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. for though we live in the world, we do not wage war as the world does. യുദ്ധം എന്ന് പറയുന്നത്, ഒരു ദൈവവൈദ്യന്റെ യുദ്ധം എന്ന് പറയുന്നത് അവന്റെ കൈയല്ല, കാലല്ല, അവന്റെ അവൻ എന്തെങ്കിലും അവൻ ഫോഴ്സ് അല്ല, അവൻ പിന്നെയോ അവൻ ആത്മാവിന്റെ ശക്തിയാണ്. So when we talk about us as a believer, as a child of God, our war is not with hands or legs or with any force or power. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികമല്ല. So it says the weapons we fight with are not the weapons of the world. ആമേൻ. പോരിന്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഈ മനസ്സിനകത്തൊരു ചിന്ത വരും, ജഡം കൊണ്ട് ചില കാര്യം ചെയ്യാമെന്ന്. അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങളുടെ മനസ്സുകൊണ്ട് അത് യുദ്ധക്കളമാക്കി മാറ്റിക്കൊണ്ട് പോരിന്റെ ആയുധം ജഡികമല്ലെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് അത് ദൈവശക്തിയാണെന്ന് നാം ഡിക്ലെയർ ചെയ്യണം. When we talk about war, we may think in the flesh that we have to do certain things by our own power, but we must understand that the war is not in the flesh, it is by the Spirit of God. ആമേൻ. Amen. എല്ലാവരുടെ മനസ്സ് ഞാനൊന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പോവാ. So today I'm going to do an operation in everyone's mind. ഇപ്പോൾ സർജറി ചെയ്യാമെങ്കിൽ, If you do a surgery now, ചിലരുടെ ഈ മനസ്സിനകത്ത് മുഴുവൻ ഫിനാൻസ് കഥകളാണ്. so in some people's heart there is a lot of problems related to finance. ചിലരുടെ മനസ്സിനകത്ത് മൊത്തം എൻ്റെ ഭാവി നശിച്ചു, ഇനി നന്നാകുമോ, എൻ്റെ ലൈഫ് എല്ലാം ഫെയിലായി, ഇതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. So some people in their heart, they are filled with the worries about their future and whether they will have a good future or not. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൗവനക്കാരനുമായി സംസാരിച്ചപ്പോൾ എന്നോട് പറയാ, പാസ്റ്ററുടെ അടുത്തൂടെ അവസാനമായി വന്ന് പ്രാർത്ഥിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. I talked to a young man few days ago and he says that, Pastor, I decided to come and talk to you. After that, I had decided to go and do suicide. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്ന സൂയിസൈഡ് ടെൻഡൻസിയാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ യുദ്ധത്തിൽ വിജയമുണ്ടാകുന്നത് നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള ചിന്ത ചിന്തിച്ചുകൊണ്ടിരുന്നാൽ യുദ്ധത്തിൽ വിജയമില്ല. ഇത് പോരിന്റെ ആയുധങ്ങളല്ല, ആത്മാവിന്റെ ശക്തി നാം ഏറ്റെടുക്കുമ്പോൾ നമ്മളെ നേരെ യുദ്ധം ചെയ്യുന്ന സകല യുദ്ധ ശക്തികളും ആത്മശക്തിയുടെ മുൻപിൽ തകരാൻ പോകുകയാണ്. So that person's heart was filled with the suicidal tendencies. That was his last option. But if we focus on our sickness and our problems, we will never win the war. Instead, we must fill our heart and focus on the Spirit of God and God's power. Then surely we will win the battle. ഈ ആത്മശക്തി എന്നൊക്കെ പറയുന്നതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്നെങ്കിലേ നമുക്ക് ജയം വരികയുള്ളൂ. Only if, when we talk about the power of God and the Spirit of God, only if that comes into our heart in a deep way, then only we can receive victory. ഏത് തകർന്ന ഒരു വ്യക്തിയും നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് മാനുഷികമായ നിലയിൽ അവർ പറഞ്ഞത് കേട്ടു, അവരുടെ സിറ്റുവേഷൻ നാം കണ്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കുമെന്നറിയാമോ? നമ്മുടെ മനസ്സിൽ ഇത് നടക്കത്തില്ലെന്നുള്ളത് ഇമ്പാക്ട് ചെയ്യും. എന്നിട്ട് അവർ തകരുന്നതായിട്ടാ പറയുന്നത്. എന്നാൽ ആത്മമനുഷ്യന്റെ അടുത്ത് വരുമ്പോൾ ഇവര് പറഞ്ഞതിനല്ല പ്രസക്തി, അവരുടെ അകത്തിരിക്കുന്ന ആത്മാവ് അസാധാരണ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പറയുകയാണ്. So when somebody comes to us with their struggles and their problems,
Usually what a natural man will do is he will be affected by those words and then he will believe that nothing is going to happen. Then he will speak negative words according to that. But Hallelujah. instead, when we are having the word of God inside of us, we must speak according to what God promises. കഴിഞ്ഞ ദിവസം എൻ്റെ തൊണ്ടയെല്ലാം പോയി ചുമ ഭയങ്കരമായി എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ദിവസം പോകാൻ ചായലോട് ഒരു മെഡിക്കൽ കോളേജിൽ വേറൊരു ഡോക്ടറോട് പറഞ്ഞു, മോളെ നീ ഒന്ന് പപ്പായിക്ക് പ്രാർത്ഥിക്കാൻ. ഒറ്റ പ്രാർത്ഥന, പിന്നെ ചുമച്ചില്ല. നിങ്ങളുടെ അകത്ത് ആ തിങ്കിങ് കേറിയാൽ ആ തിങ്കിങ്ങിലൂടെ സഞ്ചരിക്കും. എന്നാൽ പ്രാർത്ഥനയുടെ ശക്തിക്ക് അസാധാരണ വിടുതലുകളെ കൊണ്ടുവരുവാൻ കഴിയും. So a few days ago I was having some throat problems and they said that I have to do endoscopy and some treatments, but I just told my younger daughter-in-law that pray for me, and within a single prayer I got healed. So similarly, if you fill your mind with faith and the word of God, you will see the miracle. 3 പ്രാവശ്യം ആന്റിബയോട്ടിക് എടുത്തു. 3 times I took antibiotics. ഓരോ ആന്റിബയോട്ടിക് എടുക്കുന്തോറും പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുകയാണ്. So each time when I took the antibiotic, my problem was increasing. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ മിറക്കിളുകൾ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. God is a God who does great miracles in our life. നിങ്ങളുടെ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കരുത്. അതിനെ മാറ്റാൻ കഴിയുന്ന ശക്തി കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയപ്പെടട്ടെ. Don't fill your mind with what your situation is telling you, but fill your mind with what God is saying and His power. Hallelujah. 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 അതുകൊണ്ട് ഓർത്തോണം, ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളയണം. എന്ന് പറഞ്ഞാൽ ദൈവാലോചന, ദൈവിക കാര്യങ്ങൾക്ക് ദൈവിക ജ്ഞാനം നമ്മുടെ മുമ്പിൽ വചനം വെച്ചിരിക്കുമ്പോൾ അതിന് വിരോധമായി ചിലത് നമ്മുടെ മൈൻഡിൽ കയറരുത്. അതിനെ ഇടിക്കുന്ന ആത്മശക്തി നാം ഏറ്റെടുക്കണം. So verse 5 says, we demolish arguments and every pretension that sets itself up against the knowledge of God, and we take captive every thought to make it obedient to Christ. Hallelujah. Hallelujah. Against the knowledge of God, ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന സകല ശക്തികളെയും നാം ജയിക്കുന്നവരായി മാറണം. So we must be people who stand against and overcome every thought and argument that raises itself against the knowledge of God. നിങ്ങളോട് ദൈവം പറയുകയാണ്, God is telling you, നീ അമേരിക്കയ്ക്ക് പോകും. if God tells you you're going to America, പിശാച് വേറൊരു ചിന്ത കൊണ്ടുവന്നു. Satan will bring another thought in your mind. ഇപ്പോഴത്തെ നിയമം അനുവദിക്കുകയില്ലെന്ന്. Satan will say the current law of America does not allow that. നിങ്ങൾ അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. You don't have to accept that. നിങ്ങൾ പലരോടും വിളിച്ചു ചോദിച്ചു. You called many people and asked. ട്രാവൽ ഏജൻസി വിളിച്ചു ചോദിച്ചു. You spoke to the travel agency. അവര് പറഞ്ഞു നടക്കത്തില്ലെന്ന്. And they all said it's impossible. നിനക്കതിനുള്ള പോയിന്റ് ഇല്ല. Okay, you do not have enough points to go നിനക്കതിനുള്ള there. ക്രെഡിറ്റ്സ് ഇല്ല. You don't have enough credits for പക്ഷേ that. നിന്റെ മനസ്സിനകത്ത് കയറേണ്ടത് ട്രാവൽ ഏജന്റ് പറഞ്ഞ ക്രെഡിറ്റ് ഇല്ലെന്നുള്ള വാക്കല്ല. പിന്നെയോ നിന്റെ അകത്ത് കയറിയുണ്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ആ കാര്യം അകത്ത് നിറയപ്പെടട്ടെ. But what you must believe and hold on to is not the words of the travel agency. You must believe what the Holy Spirit says to you. In the name of Jesus. In the name of Jesus. നിങ്ങളുടെ എല്ലാം ജീവിതത്തിലെ ഫെയിലിയർ, നമ്മുടെ ജീവിതത്തിലെ ഫെയിലിയർ എന്താണെന്നറിയാവോ? Do you know what is the failure of your life and my life? ഡാനി വന്ന് എന്നോട് ഒരു കാര്യം പറയാന്നിരിക്കട്ടെ. Let's say Danny comes and tells something to അപ്പാപ്പ pastor. ഇന്നാർ ഇങ്ങനെ പറഞ്ഞു. Pastor, this person said, അപ്പാപ്പ എന്ന് പറഞ്ഞു. Papa, this person said this about me. ഹല്ലേലൂയ. ഞാൻ അത് കേട്ടു. So I heard that, ഞാൻ അത് ഇവിടെ കൊണ്ടുവന്നു. and then when I bring it to my heart, എനിക്ക് അവരോട് പിണക്കം. and now pastor will be angry at ആ that person. പറഞ്ഞ വിഷയത്തെ കുറിച്ച് തിങ്ക് ചെയ്ത് മനമുരുകിച്ചാകുന്നു. Then I will think about that negative thing and I have a lot of bitterness and pain in my heart. കഴിവതുമെന്നല്ല, ഇങ്ങനെയുള്ളതൊന്നും ഇതിലെ കേൾക്കരുത്, കാണരുത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ആമേൻ കൊക്കാപ്പുഴു തിന്നുന്നത് പോലെ നിങ്ങളെ തിന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിനെ ജയിക്കുന്ന ആത്മശക്തി അഭിഷേകം നാം ഏറ്റെടുക്കണം. So try your best as far as possible to not allow any of these negative words and thinking to enter in your heart. If it does, like worms, it will eat up your heart. കഴിഞ്ഞ ദിവസം എന്നെ ബോംബെയിൽ നിന്ന്
2 മാസം മുമ്പ് ഒരു പെൺകുട്ടി വിളിച്ചു. Few days ago, a girl from Bombay called me. അവൾക്ക് 34 വയസ്സായി. She's 34 years old now. ഞാൻ ചോദിച്ചു, മോളെ നിന്റെ വീട്ടുകാര് എന്ത് പറയുന്നെന്ന് ചോദിച്ചു. So I asked her, daughter, what does your house people say? ഈ അപ്പനും അമ്മയും എന്നും ഈ പെൺകൊച്ചിനോട് വഴക്കാണ്. So their parents are always fighting with her. എന്നാൽ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. So I prayed for her. 2-3 പ്രാവശ്യം വിളിച്ചു. She called me 2-3 times. നാളെ അവിടെ കല്യാണമാണ്. So tomorrow is her marriage. It's happening. ഹല്ലേലൂയ. Hallelujah. പേരൻസ് എന്താ പറയുന്നത്? What did the parents say? വരുന്ന ഒരു കല്യാണവും നീ സമ്മതിക്കത്തില്ല. They said that you never agree for any marriage. അവള് സമ്മതിക്കാഞ്ഞതല്ല, വരുന്നതെല്ലാം ഈ ചെറുക്കൻ പറയും വേണ്ടാന്ന്. So it was not that she was not agreeing. No matter what happens, whoever comes, the boy was saying that ഈ കല്യാണം മുടങ്ങിയതിനെക്കാട്ടി പ്രശ്നം പേരൻസ് പറയുന്ന നിരാശയുടെ വാക്ക് അവിടെ ഹൃദയത്തെ വീർപ്പുമുട്ടിക്കൊണ്ടിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, നിന്റെ കല്യാണം ഒക്ടോബറിൽ നടക്കും, ദൈവം വാതിൽ തുറക്കും എന്ന് പറഞ്ഞ സമയം അവിടെ ഹൃദയത്തിൽ പേരൻസിന്റെ നെഗറ്റീവ് വാക്ക് ഓടിപ്പോയി. ഒക്ടോബറിൽ കല്യാണം നടക്കുന്ന സീഡ് അവിടെ ഹൃദയത്തിൽ വീണു. അത് കിളിർക്കാൻ തുടങ്ങി. നാളെ നടക്കുകയാണ്. More than the marriage not happening, her problem was the negative words that her parents were speaking. But I spoke to her and told her, in October your marriage will happen. And when she heard that, she forgot all the negative words of her parents and she held on to the word of God, and finally her marriage is happening tomorrow. റിയലായിട്ട് ഞാൻ പോയി നടത്തേണ്ട ഒരു കല്യാണം എന്നെ വിളിച്ചെങ്കിലും നാളെ എൻ്റെ മോൻ്റെ ഇവൻ്റെ കല്യാണമായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയ കല്യാണം നടത്തിയേനെ. So I would have gone and conducted that marriage. They had invited me, but I'm not able to go because of Danny's marriage, but otherwise I would have gone. Amen. Your mind is battlefield. നിങ്ങളുടെ മനസ്സ് യുദ്ധക്കളമാണ്. ഈ യുദ്ധക്കളത്തിൽ നമ്മൾ തോറ്റുപോകത്തില്ല. ആമേൻ. നാം ജയാളികളായി മാറാൻ പോകുകയാണ്. So your mind is the battlefield, and in this battle we will not lose. All of us will be victorious. നിങ്ങൾ ആയിരിക്കുന്ന യുദ്ധക്കളം നിങ്ങൾ മനസ്സിലാക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. നിങ്ങളുടെ യുദ്ധം എന്താണ്? നിങ്ങൾ ആരോടാ യുദ്ധം ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കെതിരെ ആരാ എഴുന്നേറ്റിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയാൻ പോകുക. ആമേൻ. യുദ്ധം ചെയ്യാൻ വരുന്നവർ തോറ്റുപോകും. നിന്റെ മനസ്സിൽ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് നീ ജയിപ്പാൻ ഇടയായി മാറും. It is very important that each of you understand the battle that you are in. You must understand who is your enemy and what is the type of battle that you are in. And if you do that, you will surely win. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനും നിങ്ങളും യുദ്ധക്കളത്തിലാണ്. Even if you admit it or not, me and you are in a battle. ഞാൻ യുദ്ധക്കളത്തിലാണെന്ന് നിങ്ങൾ തന്നെ അഡ്മിറ്റ് ചെയ്യണം. You must admit and agree that you are in a battle. ഞാൻ നിൽക്കുന്ന ഒരു യുദ്ധക്കളത്തിലാണ്. Yes, we are standing in a battlefield. എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. I don't need to fear anything. കാരണം എന്നെ യുദ്ധം ചെയ്യാൻ വിടുന്നത് എന്റെ കഴിവ് കൊണ്ടല്ലെന്ന് എനിക്കറിയാം. എന്റെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ മുഖാന്തരമാണ് എന്നെ അയക്കുന്നത്. Because I know that I am not going with my own abilities, but it's God's protection that is sending me into the battlefield. ആമേൻ. ഇത് ഒരു ആത്മീക യുദ്ധമാണ്. This is a spiritual war. ഈ യുദ്ധം നടക്കുന്നത് This war happens നമ്മുടെ മനസ്സിനകത്താണ്. inside of our mind. ആമേൻ. അതുകൊണ്ട് നാം അത് മറന്നു പോകരുത്. So we must not forget that. ആമേൻ. യുദ്ധം ചെയ്യുമ്പോൾ When we fight the war, ആമേൻ, തോട്ട്സും ഐഡിയയും ഇൻഫ്ലുവൻസും ഒക്കെ കടന്നു വരും. many thoughts, influences and ideas will enter our mind. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യലും That will try to influence us. പല തോട്ട്സ് സാത്താൻ കൊണ്ടുവരും. Satan will bring many പല negative thoughts. ഐഡിയാസ് സാത്താൻ കൊണ്ടുവരും. Satan will bring many negative ideas. അത് നാം അകത്ത് കയറ്റരുത്. We must not allow that to enter inside. ദൈവത്തിന്റെ ഐഡിയയിൽ, We must stand with God's idea, ദൈവത്തിന്റെ ഇൻഫ്ലുവൻസിൽ with God's influences, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. and God will do miracles. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മൾ വിശുദ്ധി കാക്കണമെങ്കിൽ, If we want to maintain our purity, നമ്മുടെ മനസ്സിനകത്തുള്ള ഈ ആത്മീക യുദ്ധത്തിൽ നാം പോരാടണം. we must take part in the spiritual battle that is happening in our mind. നമ്മുടെ മനസ്സിൽ തെറ്റായ ദൈവികമല്ലാത്ത പല ചിന്തയും പിശാച് കൊണ്ടുവരും. അതിന് മാത്രമേ നമ്മെ തകർക്കാൻ പറ്റത്തുള്ളൂ. തെറ്റായ ആശയങ്ങൾ, തെറ്റായ ചിന്തകൾ പിശാച് കൊണ്ടുവരുമ്പോൾ
നാം അത് മനസ്സിൽ കയറ്റിയാൽ നാം തോറ്റുപോകും. മനസ്സിൽ കയറ്റാതിരുന്നാൽ നാം ജയാളികളായി മാറും. So when Satan wants to defeat us, what he will do, he will bring negative thoughts and ideas and understandings into our mind. And when we allow that to enter into our mind, we will be defeated. But instead, if we reject it, he cannot defeat us. ഒരു കാര്യം ദൈവമക്കൾ ഓർത്തോണം. Children of God, you must remember one thing. എല്ലാവരും ചിന്തിക്കുന്നവരാണ്. Yes, we all think, നമ്മുടെ എല്ലാ ചിന്തകളും but all our thoughts ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ടുള്ള പടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. But all our thoughts, we must bring it into the obedience to Christ. അവൻ നാം നമ്മുടെ ഫ്ലഷ് അവിടെ ഉയർത്തരുത്. ദൈവത്തെ അനുസരിപ്പാൻ നാം തയ്യാറാകണം. We must not exalt our flesh. We must be obedient to God. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ മനസ്സിലുള്ള ചില തെറ്റിദ്ധാരണകൾ വെച്ച് സ്റ്റെപ്പ് ചെയ്താൽ നാം പരാജയത്തിലേക്ക് പോകും. If we take steps forward with certain wrong understandings in our mind, we will be defeated. ഈ വരുന്ന സൈന്യമല്ല നമ്മുടെ നേരെയുള്ള യുദ്ധം, നമ്മുടെ മനസ്സാണ് ഈ യുദ്ധത്തിൽ ജയം കൊണ്ടുവരുന്നത്. It is not the army that comes outside of us against us that is going to defeat us. It is only coming from our mind. ഹല്ലേലൂയ. Hallelujah. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? ഒരു പ്യുവർ മനസ്സ്, യുവർ മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് യുദ്ധക്കളമാണ്. You must understand that your mind is the battlefield. ദൈവം എന്തൊക്കെയോ ഇന്നിവിടെ വന്ന ചില വ്യക്തികളിൽ അവരെ ബാറ്റിൽ ഫീൽഡിൽ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നു. ഇന്ന് ഈ യുദ്ധക്കളത്തിൽ 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്കൊരു മെസ്സേജ്, ഒരു ടെലഗ്രാം, ഒരു ജയം, ഒരു വിക്ടോറിയസ് ലൈഫ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. Related to the people who've come here newly today, you are all going through some difficult circumstances and problems, but God is telling that within 24 hours you are going to receive some message or some telegram which is going to change your situation. Number 2, what you consume matters. നിങ്ങൾ എന്ത് അകത്തോട്ട് വിടുന്നു എന്നതിൽ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് വിജയം. So the second thing we need to understand about the spiritual battle, about a pure mind, is that what we consume inside matters. നിങ്ങൾക്കത് മനസ്സിലായോ? Have you understood that? നിങ്ങൾ എന്ത് അകത്തോട്ട് വിടുന്നു, What you allow inside of you, എന്നതിൽ ആശ്രയിച്ചാണ് നിങ്ങളുടെ വിജയം. depending on that is your victory. ഇപ്പോൾ ഇതൊരു ഗോലിയാത്താണെന്നിരിക്കട്ടെ, So let's say that I'm a Goliath. ഞാനൊരു ദാവീദാണെന്നിരിക്കട്ടെ. Let's say he's a David. ഞാൻ എൻ്റെ ചെവിയിലൂടെ കേട്ടു ഗോലിയാത്തിനെ കുറിച്ച്. So through my ears I heard about Goliath. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിലൂടെ ഞാൻ കണ്ടു. So then through my eyes I saw him. ഇവൻ രാജ്യത്തിലെ പ്രധാനിയാണ്. So I'm able to see that he is an important person of his country. രാജാവ് ശൗൽ രാജാവ് പോലും ഇവനെ ഭയപ്പെടുന്നു. So even Saul is afraid of Goliath. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ദാവീദിന്റെ സഹോദരന്മാർ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് ആമേൻ ഇത് മൊത്തം കയറി ഇതിനകത്ത് വന്നു. ഇത് കണ്ണിലൂടെ കണ്ട് അവന്റെ മനസ്സിനകത്ത് ഒരു ഭയം, ഒരു തോൽവി കൺസീവ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ ദാവീദ് ഗോലിയാത്തിനെ ജയിക്കത്തില്ല. എന്നാൽ തന്റെ മേൽ വീണ അഭിഷേക തൈലം എന്തിനാണെന്ന് മനസ്സിലാക്കി അത് തന്റെ ചെവിയിലൂടെ കയറ്റി തന്റെ കണ്ണുകൊണ്ട് അത് കാണുമ്പോൾ അവൻ തനിക്ക് യുദ്ധത്തിൽ ജയമുണ്ടാകും. So when David saw Goliath, he saw with his eyes about how big Goliath was, and he heard with his ears about what Saul and his brothers were saying. But if he takes that and agrees with that, he will never defeat Goliath. Instead, if David remembers the anointing oil that fell upon his head, and if he takes that into his ears and in his eyes, surely he will win the victory against Goliath. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ അകത്തുള്ള ചിലത് പുറത്തു പോകുമ്പോൾ എത്ര വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടാത്ത ഒരു വിഷയമാണെങ്കിലും ഇന്ന് നിങ്ങളുടെ അകത്തെ വിശ്വാസം അനുസരിച്ച് ദൈവം മിറക്കിൾ ചെയ്യും. So today after the service I'm going to pray for you that there are certain things that have gone on the inside of you and you have not received an answer to your prayer for so many years, but when that thing goes out you will receive your answer. ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് എനിക്ക് ഭയമില്ല.
So something that I step forward to take an action, I'm not afraid of that. കാരണം എന്റെ ഫ്ലഷ് ഉപയോഗിച്ചല്ല പുറപ്പെടുന്നത് ദൈവാലോചന അനുസരിച്ചാണ്. Because I'm not doing that with my flesh, I'm doing it by the Spirit of God. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. God will do miracles for you. ആമേൻ. Amen. വിശ്വസിക്കാൻ പറ്റുമോ? Are you able to believe that? ഒന്ന് കൈ ഉയർത്തിക്കേ. Can you lift your hands കൈ up? ഒന്ന് വീശിക്കേ. Wave your hands. അതുപോലെ സംഭവിക്കാൻ കൈ ഒന്ന് വീശിക്കേ. It will happen. കൈ ഒന്ന് വീശിക്കേ. നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ, നിങ്ങൾ എന്ത് വിശ്വസിച്ചോ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. What you believed and what you prayed for will happen exactly like that. ഈ ഏറ്റെടുത്തെന്നുള്ളതിന്റെ ലക്ഷണം അവർ ചാടി എഴുന്നേക്കും. So the sign of somebody അതിന്റെ receiving. അർത്ഥം ശത്രുവിന്റെ വെപ്പൺ ഞാൻ അംഗീകരിച്ചിട്ടില്ല. എടാ, ജയിച്ചവൻ കസേരയിൽ പൂക്കുറ്റി പോലെ ഇരിക്കത്തില്ല, അവൻ ചാടി എഴുന്നേക്കും. ജയിച്ചവരെങ്കിലും എവിടെങ്കിലും കണ്ണടച്ച് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ചിലരുണ്ട് അങ്ങനെ. ജയിച്ച ഒരു വ്യക്തി കണ്ണടച്ച് കുനിഞ്ഞു കിടക്കത്തില്ല, എത്ര വയ്യാങ്കിലും അവൻ ചാടി എഴുന്നേക്കും. So somebody who is victorious will not close his eyes and sleep. No matter what happens, he will stand up and jump in victory. ആമേൻ. Amen. നിങ്ങൾ ജയിച്ചവരാണോ? Are you victorious people? പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? Then why are you sitting like this? എനിക്ക് മനസ്സിലാവുന്നില്ല. തോറ്റ കഥ പറയുന്നവർക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അവൻ ജയിച്ച കഥ പറഞ്ഞവർക്ക് എഴുന്നേക്കാൻ പറ്റുകയുള്ളൂ. So those who are talking about their loss and defeat cannot stand up, but only those who are victorious can stand up and walk. നിങ്ങൾ ചുമ്മാ നിൽക്കാനല്ല, I didn't tell you to simply നിങ്ങൾ stand. ഡാൻസ് ചെയ്യണം. You must dance. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ജയിച്ചവരാണോ? Are you victorious people? ചാടി ചിഹ്നമാവേ അങ്ങോട്ട് മുട്ടിന്റെ വേദനയൊക്കെ പോയിക്കോളും. ഹല്ലേലൂയ. ജയിച്ചവർ, ജയിച്ചവർ, ജയിച്ചവർ. തോറ്റ ശബ്ദമല്ല, ജയിച്ചവൻ. ജയാലിയായ കർത്താവിന്റെ ശബ്ദം ഉയർത്തട്ടെ, അതിലൂടെ വിടുതൽ സംഭവിക്കും. Let the victorious people raise their voices for God, and through that they will experience greater victory. ഹല്ലേലൂയ. Hallelujah. ഇനി നിങ്ങൾ ഭയത്തിന്റെ മനസ്സുമായി പോകത്തില്ല. Now you will not go back with a mindset of നിങ്ങളെ fear. ഭയപ്പെടുത്തുന്ന ശത്രുവിനെ നോക്കിയും ചിരിച്ചേ. Look at the enemy that is staring you and laugh at him. ഇവിടെ അച്ചാച്ചന്മാരെല്ലാം മാറുന്നെടാ, നീ പൊയ്ക്കോ നിന്റെ പാട്ടിനെന്ന് പറയുമ്പോഴും ഞാൻ എന്റെ ദൈവത്താൽ അവന്റെ ഹൃദയത്തിൽ, ദാവീദിന്റെ ഹൃദയത്തിൽ ഗോലിയാത്തല്ല, ശൗലല്ല, പടച്ചട്ടയല്ല, അവൻ ഏറ്റെടുത്ത അഭിഷേകത്തിന്റെ ശക്തി എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. So even when David's brothers told him that you can never win, David did not consider Saul or Goliath or his armor. He only considered the anointing of God upon him. Hallelujah. Hallelujah. What you consume matters. അവൻ നിങ്ങൾ എന്തകത്തേക്ക് വിടുന്നു അതിൽ ആശ്രയിച്ച നിങ്ങളുടെ വിജയമിരിക്കുന്നത്. Yes, your victory is dependent on what you allow to go through your heart, through your mind and your eyes and your ears. എല്ലാവരും ഇരുന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. മനസ്സിലാകുന്നതിന് പറഞ്ഞ് ഞാൻ എഴുതിപ്പിക്കും. മനസ്സിലാകുന്നത് എങ്ങനെയാ? നിങ്ങൾ ദൂത ഏറ്റെടുത്താൽ നിങ്ങൾ ഡാൻസ് ചെയ്യും, നിങ്ങൾ ആരാധിക്കും. തിരിച്ചിനി ഈ പരിപാടി തന്നെ പോകണമെന്ന് ആഗ്രഹമെങ്കിൽ ഇങ്ങനെ എഴുതണം, എനിക്കിനി ഇങ്ങനെ പോകണ്ട, എനിക്ക് ഫ്രീ ആയിട്ട് പോകണം, എനിക്ക് ആരാധിച്ചേ പറ്റൂ, എനിക്ക് വിടുതൽ കിട്ടിയേ പറ്റൂ. Hallelujah. Oh, hallelujah. In the name of Jesus. എല്ലാവരും കരമടി ചാരാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ സഭ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കണം. ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് ഞങ്ങളുടെ ഫ്ലഷ് ജഡം കൊണ്ടല്ല, ഞങ്ങളുടെ അകത്തെ മനുഷ്യനിൽ പകർന്നിരിക്കുന്ന ആത്മശക്തി കൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യും. We are not fighting the battle with our flesh. We are fighting it with the power of the Spirit of God inside of us. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും ഇരുന്നാട്ടെ. തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞേ. Tell me, how are you going to return back? ഞങ്ങൾ വന്ന ഭാരപ്പെട്ട മനസ്സുമായിട്ടല്ല, ഒരു പുതിയ മനസ്സുമായി യുദ്ധത്തിൽ
ജയിക്കുന്ന മനസ്സുമായി, ഒരു ആത്മമനുഷ്യനുമായി, പാപം ചെയ്യുന്ന ഒരു മനുഷ്യനുമായിട്ടല്ല, ദൈവത്തെ വിട്ടു ജീവിക്കുന്ന ഒരു മനുഷ്യനുമായിട്ടല്ല, ദൈവത്തോട് അടുത്ത് പറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനായി ഞാൻ ജീവിക്കും എന്ന് നിങ്ങൾ ശക്തിയോടെ പറയുക. Today morning after you go back, you must not go back the same way you came. You will not go back as a defeated person. You will go back as a victorious person. Not as somebody who is living in sin away from God, but as somebody who is standing with God and living for God. What you consume matters എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തകത്തേക്ക് വിടുന്നു എന്നുള്ളതിൽ നിന്നാണ്. നിങ്ങളുടെ അയൽവക്കത്തുനിന്ന് ഒരു കൂടുപത്രം ഡെയിലി വിടുകയാണ്, ഇത് കേട്ടോണ്ടിരിക്കുക, ഇത് മൊത്തം മനസ്സ് നിറച്ചു. ഒരാൾ പറഞ്ഞു താണ്ടാ പോന്നവനാ, അവനെ മനസ്സിൽ കയറ്റി, ദൈവത്തെ കേറ്റാതെ, ദൈവശക്തിയെ കേറ്റാതെ, ദൈവാലോചനയെ കേറ്റാതെ, മറ്റവൻ പറഞ്ഞ, ഫ്ലഷ് ഉള്ളവൻ പറഞ്ഞ, ജഡീകൻ പറഞ്ഞ വാക്കുകൾ അകത്ത് കേറ്റരുത്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. So when somebody comes and does any black magic against you, and somebody says that you're allowing that to enter your mind, and then you're giving power to that, but instead don't allow that to have power. Allow God to have power in your life. ഫിലിപ്പിയർ 4:8 പഠിക്കുമ്പോൾ, when we study Philippians 4:8, അവൻ ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ചിന്തിച്ചുകൊള്ളുവീൻ. It says, finally, brothers and sisters, whatever is true, noble, right, pure, lovely, admirable, if anything is excellent or praiseworthy, think about such things. എല്ലാവരും അത് റിപ്പീറ്റ് ചെയ്തൊന്ന് വായിക്കണം. 8 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. Everyone read that repeatedly. It says, it talks about 8 types of things. ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ട് ട്രൂത്ത്, സത്യമായതൊക്കെയും, ഘനമായതൊക്കെയും, നോബിൾ, ഘനമായതൊക്കെയും, നീതിയായതൊക്കെയും, റൈച്ചസ്, നിർമ്മലമായതൊക്കെയും, പ്യുവർ ആയതൊക്കെയും, രമ്യമായതൊക്കെയും, ലൗലിയായതൊക്കെയും, സൽകീർത്തിയായത് ഒക്കെയും, ആമേൻ, സൽഗുണമായത്, എക്സലന്റ്, പുകഴ്ച, പ്രൈസ്വർത്തി. ഇന്ന് പകൽ ചിന്തിക്കേണ്ട 8 കൂട്ടം കാര്യങ്ങളാ നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നിർമ്മലതയും നീതിയും രമ്യതയും ഘനവും സൽകീർത്തിയും സൽഗുണവും പുകഴ്ചയും ഒക്കെ വന്നു കഴിയുമ്പോൾ പിശാചിന്റെ വാക്കുകൾക്ക് അവിടെ പ്രാധാന്യമില്ല. What is written over here are the kinds of things that we are supposed to think about. When the thoughts that are true and noble and right and pure enter our heart, then Satan will have no hold in our life. അതിന്റെ തൊട്ട് താഴെയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പം നമുക്ക് പൂർണ്ണ സമാധാനം കിട്ടും. Just in the verse below that, it talks that when we think about these things, we will experience perfect peace. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അങ്ങോട്ട് ചെന്ന് കിടക്കുമ്പോഴേ പൂർണ്ണ സമാധാനത്തോടെ. When all these positive thoughts enter our heart, when we go and sleep, we will get comfortable, peaceful sleep. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. Let me tell you a truth. എന്റെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ചാടിയാലും അതിനെക്കുറിച്ച് എനിക്കൊരു വറീസ് ഇല്ല, കാര്യം നടക്കും. In my life, I'm not worried about anything. It'll automatically happen. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എന്റെ ഉപനിധി. He will provide for me. എന്റെ കർത്താവിനോട് മുട്ടിയാൽ കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ദൈവം എത്ര വിശ്വസ്തനാണ്. God is faithful. ആമേൻ. Amen. He is a faithful God. അവന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റമില്ല. അവൻ വിശ്വസ്തനായ ദൈവമാണ്. God is a faithful God. His faithfulness never changes. ആമേൻ. Amen. ഇവിടെയുള്ള സകല ദൈവങ്ങൾ ഒരു കാര്യം അറിയണം. Every children of God over here must understand this. നമ്മൾ എന്തകത്ത് വിടുന്നോ, വാട്സപ്പിൽ ഫേസ്ബുക്കിൽ റോങ് ഇൻഫർമേഷൻ വന്നാൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് മായ്ച്ചേക്കണം. ഒറ്റ വ്യക്തിക്ക് സെൻഡ് ചെയ്യരുത്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും സെൻഡ് ചെയ്താൽ അവരുമായിട്ട് ഞാൻ പിന്നെ കൈ കൊടുക്കത്തില്ല. കാരണം നമ്മളെ വിളിച്ചത് അതിനല്ല. ആരുടെയും കുറ്റം കണ്ടുപിടിക്കുക, അതിനെക്കാട്ടി വലിയ കുറ്റം നമ്മളിലുണ്ട്. നമ്മുടെ യേശു നോക്കുമ്പോൾ
ഏത് സഭയായിക്കൊള്ളട്ടെ, ഏത് ലോകമനുഷ്യനായിക്കൊള്ളട്ടെ, നമ്മളെ വിളിച്ചത് അവനെ തകർക്കാനല്ല, അവനെ ലിഫ്റ്റ് ചെയ്യാനാണ്. When any of you gets any negative, wrong information about any person, do not agree with it. Do not send it to anybody, because we have greater flaws and problems than they do. God did not call us to blame other people. ആരെങ്കിലും ഒരു മെസ്സേജ് വിട്ട അതിൻ്റെ പുറകെ പോകുന്ന കുറേ എണ്ണം, അത് സെൻഡ് ചെയ്യുന്ന കുറേ എണ്ണം, വിമർശനം, ഫോണ്, TV, വാട്സപ്പ്, ബുക്കുകൾ, വേണ്ടാത്ത മീഡിയാസ് നിങ്ങളുടെ അകത്ത് കയറ്റരുത്. ഇതുകൊണ്ട് നിറച്ചാൽ നിങ്ങളുടെ മനസ്സ് യുദ്ധക്കളമാകും, പാപത്തിന്റെ യുദ്ധത്തിലേക്ക് നിങ്ങളെ വിടും. So there are many wrong information and negative things that you receive from media, Facebook, WhatsApp. Do not allow those things to enter your mind. If you do that, your mind will be a battlefield where you lose. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ പ്രശ്നത്തിലായെന്നറിഞ്ഞിട്ട് ചിരിക്കുന്നവരായിരിക്കും 90%, അവന് വേണ്ടി കരയുന്നവർ 10% പേരെ കാണുകയുള്ളൂ. So if some of you know that a person is struggling through a problem, 90% of people will laugh at him, but only 10% will cry and pray for that person. എനിക്കെതിരായി പ്രവർത്തിച്ചവര് പോലും അപകടത്തിലായിട്ടുണ്ടെങ്കിൽ നല്ല മനസാക്ഷിയോടെ ഞാൻ പറയാം, അവർക്ക് വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. So even when people have done negative things against me, I can tell you with a clear conscience that I've cried and prayed for them. നിങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനം എടുക്കണം. You must take a decision in your mind. എൻ്റെ യുദ്ധം, My war, ജഡം കൊണ്ടല്ല, is not with the flesh. ഞാൻ ആത്മാവ് കൊണ്ട് യുദ്ധം ചെയ്യും. I will fight in the spirit. നിങ്ങൾക്കുള്ള വിജയം പൈസയുടെ പുറത്തല്ല, കരുത്ത് കൊണ്ടല്ല, മറ്റ് ലീഡേഴ്സ് കൊണ്ടല്ല. നിങ്ങൾക്കുള്ള ജയം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. എല്ലാവരും അടുത്തിരിക്കാനുള്ള അശുദ്ധമായ കണ്ടന്റ് കൊണ്ട്, അശുദ്ധമായ കാര്യം കൊണ്ട് നിങ്ങളുടെ മനസ്സ് പറ 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 ആ ബൈബിളൊക്കെ ഒന്ന് താത്ത് വെച്ചാലും കുഴപ്പമില്ല, കൈ കൊടുക്കുക. അശുദ്ധമായ ഡോറമള കൈ കൊടുത്ത് പറയടി. നിങ്ങളുടെ ജീവിതം അശുദ്ധമായ കണ്ടന്റ് കൊണ്ട് കൈ കൊടുക്കുക, കൈ കൊടുക്കുക. മഹേന്ദ്ര ഒന്ന് കൈ കൊടുക്കുക, മഹേന്ദ്ര. ഹല്ലേലൂയ. അശുദ്ധമായ കണ്ടന്റ് കൊണ്ട് എന്ത് ചെയ്യരുത്? പറയടാ, യേശുവോ പറ. അശുദ്ധമായ കണ്ടന്റ് കൊണ്ട് ഹൃദയം നിറയ്ക്കരുത്. ഇവൻ ഇവിടെ അഭിഷേകം പ്രാപിച്ചത് അവന്റെ അപ്പന് മാറ്റം വന്നത്. ഈ അനീഷ് ബ്രേക്ക് പിടിച്ചൊക്കെ മസിൽ പിടിച്ചിരിക്കുന്ന ആളായിരുന്നു. പക്ഷേ മോൻ ഇവിടെ കിടന്ന് തുള്ളിച്ചാടി അഭിഷേകം പ്രാപിച്ചപ്പോൾ അപ്പന്റെ ഹൃദയം ഒടിഞ്ഞു. ചില മക്കൾ അഭിഷേകത്തിൽ വരുമ്പോൾ അപ്പന്മാരുടെ ഹുങ്കും എല്ലാം ഒടിയും. നമ്മുടെ തലമുറ അഭിഷേകത്തിൽ എഴുന്നേൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ വാച്ച് നോക്കുന്നു, ചോറിന്റെ കാര്യം ബിരിയാണിയുടെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക. വിടത്തില്ല നീ, പോകുന്നവര് പോയിക്കോ, വേണ്ടിയൊരു ഇവിടെ ഇരിക്കും. അവർക്ക് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ഭക്ഷണം വേണ്ട, പിന്നെ നിങ്ങൾക്ക് എന്തിനാ? ഹല്ലേലൂയ. ഒരാരാധനയ്ക്ക് കൊതിച്ചെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ആരാധിക്കാനാ, വേഗം പോകാനല്ല, ചിലത് പ്രാപിച്ച് മടങ്ങാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞോ? എന്തുവാ? ഞാനൊന്ന് കേക്കട്ടെ. വർഗീസ് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറ, എഴുന്നേറ്റ് പറയാന്. നിങ്ങളുടെ മനസ്സിൽ അശുദ്ധമായ കണ്ടന്റ് കൊണ്ട് നിറയ്ക്കരുത്. പറഞ്ഞോ? ഇരുന്നോ. അശുദ്ധമായ കണ്ടന്റ് കൊണ്ട് നിറച്ചാൽ അശുദ്ധി വഹിച്ചുകൊണ്ട് പോവും. വിശുദ്ധമായ കണ്ടന്റ് കൊണ്ട് നിറച്ചാൽ വിശുദ്ധരായി പോവും. If you fill your heart with impure things, you will be a carrier of impurity. But if you fill your heart with pure things, you will be a carrier of holiness and purity. നമുക്ക് ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ യുദ്ധത്തിൽ ജയിക്കാൻ ഒരു റൂട്ട് മാപ്പ് വേണം. In order to win our victory in the battle, we need a route map. ആ റൂട്ട് മാപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ, when we travel through that route map, നമ്മൾ അതിൽ ജയിക്കാനിടയാവും. we will win the victory. ആമേൻ. Amen. ഇന്ന് പകൽ ആ റൂട്ട് മാപ്പിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ?
Today, have you reached that route map? ആ റൂട്ട് മാപ്പിൽ നിങ്ങൾ എത്തുമ്പോൾ When you reach that route map, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. miracles will happen in your life. ആമേൻ. യുവർ മൈൻഡ് ഈസ് ദ ബാറ്റിൽ ഫീൽഡ്. നിങ്ങളുടെ മനസ്സാകുന്ന യുദ്ധക്കളം. ആമേൻ. നിങ്ങളുടെ മനസ്സാണ് യുദ്ധക്കളം. Your mind is the battlefield. ശത്രു നിങ്ങളോട് പറയാ, നിന്റെ ഈ പണം ഉണ്ടോ? The enemy will tell you, do you have enough money? നീ എങ്ങനെ വീട് പണിയും? How will you build your house? നിന്റെ പണം ഉണ്ടോ? Do you have enough money? എങ്ങനെ ബ്രിഡ്ജ് പണിയും? How will you build the bridge? ചില വിശ്വാസികൾ പറയും, സാമച്ചന്മാരുടെ കാശുണ്ട്, അങ്ങേർക്ക് പണിതുകൂടെയെന്ന്. അല്ല, എൻ്റെ മനസ്സിൽ നടക്കത്തില്ലെന്നുള്ള യുദ്ധമില്ല, എൻ്റെ ദൈവം നടത്തുമെന്നുള്ള യുദ്ധമാണ് എൻ്റെ മനസ്സിൽ. So in my mind, I don't have a war, a battle saying that God will not lead you, but God is telling me that I will lead you. That is what I fill my mind with. നിങ്ങളുടെ മനസ്സിൽ ഫിനാൻസിൽ നിങ്ങൾക്ക് തകർച്ചയായിരിക്കും. ഇന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് പറയണം, ഞാൻ അതിൽ ജയിക്കാൻ പോവാന്ന്. In your mind, you may be filled with the fear of finances, but you must not allow that to win. You must say in your mind that I will win. നിങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത് ജോലിയിൽ ആശ്രയിച്ചല്ല, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയത് കൊണ്ട് സെറ്റിലായിരുന്നേ വാങ്ങിക്കാമെന്നല്ല, ഇതിനിടയിൽ എല്ലാം ദൈവം ചെയ്യും. Your victory must not be dependent on your job or your external circumstances, but God will do it for you. ഹല്ലേലൂയ. Hallelujah. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? How many of you can believe? എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? How many of you can believe? നിങ്ങൾ യുദ്ധത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ്. So everyone stand up. You're in the middle of a big ഓരോരുത്തർക്ക് battle. ഓരോ യുദ്ധമാണ്. Everyone has their own battles. മൊത്തം ജയിക്കാൻ പോവാ. Everyone is going to win. ഇന്നത്തെ ദൂത് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ If you have received today's word, അസാധാരണമായ വിജയം നിങ്ങൾ പ്രാപിക്കും. you will receive unexpected victories. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everyone pray. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Everyone pray. ഇന്ന് പകൽ കർത്താവ് ഒരു ജയം തരാൻ പോവുകയാണ്. Today morning the Lord is going to give you a victory. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. The Holy Spirit is reminding one thing. നിങ്ങളുടെ ജീവിതത്തിൽ ചില തലമുറയുടെ ഭാവി വിവാഹവുമായി ബന്ധപ്പെട്ട് ഭാരത്തിൽ വന്നിരിക്കുന്ന ചില കുടുംബത്തിനകത്ത് ദൈവാത്മാവിന്റെ അത്ഭുത വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. The Holy Spirit is reminding that some of you have come with certain worries regarding your children's marriage, but the Holy Spirit is going to open some unexpected miraculous doors. യെസ്, ഞാൻ 100% ഉറപ്പിച്ച് പറയാം, നിങ്ങളുടെ ചില യുദ്ധങ്ങൾ, നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്ന ചില യുദ്ധം, ഇത് മൊത്തം കർത്താവ് മാറ്റാൻ പോവാ. So I can say it for sure that you have some battles in your mind, but all of that the Lord is going to remove it. ഹല്ലേലൂയ. Hallelujah. കർത്താവ് എന്നോട് പറയുന്നു, ഒരു ഓമന സിസ്റ്ററിന്റെ ഭവനത്തോട് ബന്ധപ്പെട്ട് ചില ബാറ്റിലുകൾ, ചിലതിന്റെ ഭാവി, ചില വ്യക്തികളുടെ വിവാഹവുമായി ഒക്കെ ബന്ധപ്പെട്ടു നിൽക്കുന്ന എന്തോ ചില ബാറ്റിലുകൾ ഇന്ന് പകൽ കർത്താവ് അത് ഉടയ്ക്കാൻ പോകുകയാണ്. So the Lord is telling me that related to Sister Omana, somebody who's in relation to that, regarding some marriage, the Lord is going to give a victory. ഇന്ന് പകൽ കർത്താവ് ഒരു വിടുതൽ കൽപ്പിക്കാൻ പോകുകയാണ്. Today morning the Holy Spirit is going to give a victory. കർത്താവ് എന്നോട് പറയുന്നു, ഈ സഭയിൽ അല്ല, ഇവിടെ ഓമനയുണ്ട്, ഈ സഭയിൽ നിന്ന് പുറത്തുനിന്ന് വന്ന ഏതോ ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ ദൈവാത്മാവിന്റെ അത്ഭുത കരം ഇപ്പോൾ ചലിപ്പിക്കപ്പെടാൻ പോകുകയാണ്. The Lord is telling me not somebody from this church, but there is an Omana who's come from outside to this church, and God is going to give the victory to that ഇന്ന് person. പകൽ കർത്താവ് ഭയങ്കര വിടുതൽ കൽപ്പിക്കാൻ പോകുകയാണ്. Today morning the Lord is going to release a ഓ, great victory. കർത്താവ് ഒരു വിടുതൽ കൽപ്പിച്ചിരിക്കുന്നു. The Lord has released a victory. കർത്താവ് തന്റെ കരം തൊട്ടിരിക്കുന്നു. The Lord has touched you with his hand. ഒരു മഹേശ്വരിയുടെ കുടുംബത്തിൽ In the family of ഓ, Maheshwari, ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് പകൽ നീട്ടുകയാണ്. the miraculous hand of God is going to touch her. ഇന്ന് പകൽ മനസ്സിനകത്ത് തകർക്കാൻ നിൽക്കുന്ന ചില ശക്തികൾ പൊളിയുകയാണ്. At this moment, certain forces which are fighting against you in your mind is being broken off. പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുകയാണ്, The Holy Spirit is reminding you. നിന്റെ ജീവിതത്തിൽ ദൈവം വ്യത്യാസം തരാൻ പോകുന്നു. The Lord is going to give a difference in your life. നിന്റെ ജീവിതത്തിൽ ദൈവം വ്യത്യാസം തരാൻ പോകുന്നു. God is going to give a difference in your life. ഇന്ന് പകൽ കർത്താവ് ഒരു ജെറിയുടെ കുടുംബത്തിൽ ദൈവാത്മാവിന്റെ ചില പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. ഇന്ന് പകൽ ഒരു പ്യൂർ മൈൻഡ്, ഒരു ബ്രോക്കൺ മൈൻഡുമായിട്ടല്ല, ഒരു ജയത്തോടെ ദൈവം നിന്നെ വിടാൻ പോകുകയാണ്. Today morning the Lord is going to send you back not with a broken mind but with a pure healed mind.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. കടം, ഭയങ്കര കടപ്രശ്നം ദൈവം എടുത്തു കളയാൻ പോകുകയാണ്. The Lord is going to deliver you from financial debts. ദൈവം അത് മാറ്റാൻ പോകുന്നു. God is going to remove that. നിങ്ങളുടെ മനസ്സിൽ അസമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വെപ്പൺസ് ഇന്ന് പകൽ കർത്താവ് അതിനെ എടുത്തു കളയുകയാണ്. God is removing the weapons in your life which is filling you with lack of peace. കർത്താവേ, ഇന്ന് ഈ ജനത്തെ ബ്ലസ് ചെയ്യ്. Lord, today I bless these people. ഇപ്പോൾ അവരുടെ മേൽ ഒരു അത്ഭുത വിടുതൽ കൽപ്പിക്കണമേ. Lord, at this time release a divine നീ ഒരു deliverance. മിറക്കിൾ കാണാൻ പോകുകയാണ്. You are going to see a miracle. ഓ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകും. God is going to do miracle for ഒരു you. കെട്ടുപണിയിലേക്ക് നീ വന്നെത്തിയിരിക്കുന്നു. ദൈവം അതിലേക്ക് നിന്നെ കയറ്റാൻ പോകുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുകയാണ്. എല്ലാവിധ രോഗങ്ങളും എല്ലാവിധ പ്രശ്നങ്ങളും എല്ലാവിധ വെല്ലുവിളികളെയും ഇപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. We cancel every problems and every sickness right now. അങ്ങ് വലിയൊരു അത്ഭുതം ചെയ്യണമേ. Lord, do a great miracle. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. Lord, bless these people. ബ്ലസ് ചെയ്തതിന് നന്ദി. Thank you for blessing them. രോഗികളെ സൗഖ്യമാക്കിയതിന് നന്ദി. Lord, thank you for healing the sick. ഫിനാൻഷ്യൽ ക്രൈസിസ് മാറ്റിയതിന് നന്ദി. Thank you for removing the വിവാഹത്തിന്റെ financial crisis. വഴികൾ തുറക്കാൻ പോകുന്നതിന് നന്ദി. Thank you, Lord, for opening the doors of ഇപ്പോൾ marriage. അങ്ങയുടെ കരം തൊടണമേ. Lord, touch them right അങ്ങ് now. അത്ഭുതം ചെയ്യണമേ. Lord, do a miracle. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of ഹല്ലേലൂയ. Jesus. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കടന്നു പോകുന്ന ദൈവമക്കളോടും കൂടെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുമാറാകട്ടെ.